മറ്റൊന്നും കരുതരുത്. അദ്ദേഹം വളരെയേറെ കുടിച്ചിരുന്നു. അതുകൊണ്ടാണ്. മദ്യപിക്കുന്ന എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നത്. കമ്പനിക്ക് വേണ്ടി അല്പം കഴിക്കാമെന്ന് സമ്മതിക്കാറുണ്ട്. അയ്യോ, അങ്ങനെ പറയരുത്. തെറ്റെന്റേതാണ്. ഡിന്നർ കഴിഞ്ഞിട്ട് പോകാമെന്ന് ഞാൻ നിർബന്ധിച്ചത് കൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ലായിരുന്നു. എന്റെ നില നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. മുള്ളിൽ ചവിട്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്കതറിയാം. എന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അത് എന്റെ ഭർത്താവിന്റെ പരിസരബോധമില്ലായ്മ കൊണ്ടാണ്. എനിക്ക് ഇതിലധികം വേദനയുണ്ട്. അവൻ ക്ഷമിച്ചു. ഞാനിത് മറക്കാം. പക്ഷേ മേലിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എനിക്ക് ആശ്വാസമായി സാർ. കഷ്ടം. സഹദേവൻ ഇങ്ങനെയായാൽ എല്ലാം എന്റെ വിധിയാണ്. ആലോചിക്കുമ്പോൾ എന്റെ മുമ്പിൽ ഇതിന്റെ ഭാവി മാത്രമേ കാണാനുള്ളൂ. സഹദേവന്റെ ഈ പോക്ക് അയാളെ തന്നെ അത് സംഭവിക്കാതിരിക്കാൻ അയാളെ നിയന്ത്രിച്ചു. വെള്ളം വയ്ക്കും. ചോദിക്കാൻ അദ്ദേഹം നിൽക്കുന്ന കണ്ടില്ലേ? സുകുമാരൻ സാർ. സുഷ്മേ, നീ മിസ്സസ് സുകുമാരനെ കണ്ടുണ്ടോ? കണ്ടിട്ടില്ലല്ലേ? തനി സംഘം പോലെ ഇരിക്കുവടി. എന്തൊക്കെയാണ് പറയുന്നത് ഓർമ്മയുണ്ടോ? പോയി അവിടെ നിന്റെ ഒരു ഉപദേശം വിടാൻ. എങ്ങനെ കുടിച്ചു? ഇതെവിടേക്കെന്ന് അവസാനിച്ചു? ചുടലപ്പറമ്പിൽ. എന്റെ ദൈവമേ, ഞാൻ എത്ര തവണ പറഞ്ഞു ഇങ്ങനെ കുടിക്കരുതെന്ന്. നിന്റെ തന്തയുടെ കാശ് കൊടുത്തിട്ടാണ് ഞാൻ കുടിക്കുന്നത്. എന്റെ പൊന്നു, ഇവിടെ കിടന്നു. നിന്റെ അവസാനമായിരിക്കും. ഉപദേശിക്കാൻ വന്നിരിക്കും. ഉപദേശിക്കാൻ വന്നിരിക്കും. ഇനി മേലാൽ എന്തെങ്കിലും പറഞ്ഞാൽ ചവിട്ടി നിന്റെ ഞാൻ ശപിക്കപ്പെട്ടവളാണ്. എനിക്കെന്തിനീ ജന്മം? ഒരിക്കൽ സ്നേഹം തരൂ ചേട്ട. വേറൊന്നും എനിക്ക് വേണ്ട. അല്പാഭയം മാത്രം. Hello? Is it UTC Cottage? Please connect me to Sukumarankutti Menon.
എന്നോട് വെറുപ്പാണ്. എന്തിനു? ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു. പറയാം, എന്നോട് വെറുപ്പാണോ? അല്ല. എന്നോട് സ്നേഹമുണ്ടോ? ഇല്ല. എന്നോട് ക്ഷമിച്ചു. എന്നോട് ക്ഷമിച്ചെന്ന് പറയൂ. എന്നെ വെറുക്കരുതേ. എനിക്ക് നിന്നോട് ബഹുമാനമായിരുന്നു. ഹലോ, പ്ലീസ് കണക്ട്. ഞാനാ ശാരദ. നല്ല ആളാ. വേണ്ട. പോയ കാര്യം? പിന്നെന്താ താമസിക്കുന്നത്? വേഗം വരൂ. ഞാൻ ഇറങ്ങിയായി. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ നോക്കിയിരിക്കും. ആവുന്നത്ര നേരത്തെ. ചേട്ടാ, ഉടനെ പോകുന്നു. പറയൂ ചേട്ടാ, ഉടനെ പോവുകയാണോ? അതെ, ഞാൻ പോകുന്നു. അപ്പൊ ഞാൻ നീ എന്നെ ഇവിടെ വിട്ടിട്ട് പോവുകയോ? സഹദേവൻ വരുമ്പോൾ ഞാൻ പോയി എന്ന് പറഞ്ഞേക്ക്. സഹദേവൻ ഇങ്ങനെ വരില്ല. ഓഹോ, അപ്പൊ സഹദേവൻ? അതെ, ഇതിനു മുൻപ് കുടിച്ചു വെളിവില്ലാതെ ഇറങ്ങിപ്പോകും. തിരിച്ചു വരുമെന്ന് കരുതാം. വെളുപ്പോളം ഞാൻ കാത്തിരിക്കും. കണ്ണുനീരോടെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും. ആഴ്ചകൾ കഴിയുമ്പോൾ, ആവശ്യം തോന്നുമ്പോൾ, ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ കയറി വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോകും. ഞാൻ ദയവായി എന്നെ വിശ്വസിച്ചു. ഇത്രയും ക്രൂരത എന്നോട് കാട്ടരുത്. ഞാൻ തളർന്നു പോകും. എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് ചേട്ടൻ പോ. നമുക്ക് നേരെ ആലപ്പുഴ പോവാം. കുസുമയെ, മിസ്സിസ് സഹദേവനെ നമുക്ക് വീട്ടിലിറക്കാം. സഹദേവൻ സാർ പോയി. മത്തായി പോയി പെട്ടിയെടുത്തോണ്ടിരിക്കും. ഞാനോ അങ്ങനെ ഇരിക്കുന്ന സംശയം. നമുക്ക് ഇരിക്കാം. ആ ലാമ്പ് പോസ്റ്റിന്റെ അടുത്ത് വണ്ടി നിർത്തി. ബൈ ബൈ. മത്തായി, ഈ യാത്രയിൽ എന്നോടൊപ്പം മറ്റാരും ഉണ്ടായിരുന്നില്ല. മനസ്സിലായോ? ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല.